ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹിജാബിനെ പേടിക്കുന്ന കുട്ടികൾ എന്താലേ നിങ്ങളൊരു അവസ്ഥ ആലോചിച്ച് നോക്കി. കേരളത്തിൽ എത്ര കേരളം അല്ലേ, സാക്ഷരത ഉള്ള കേരളത്തിലുള്ള ഒരു സ്കൂളിന്റെ അവസ്ഥയാണ്. ഹിജാബ് ഇട്ടിട്ട് ഒരു കുട്ടി സ്കൂളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ കണ്ടിട്ട് ബാക്കിയുള്ള കുട്ടികൾ, അവിടെ പഠിക്കുന്ന ബാക്കിയുള്ള കുട്ടികൾ പേടിക്കും എന്നതാണ് പുതിയ കണ്ടെത്തൽ. ഇത് പറഞ്ഞത് പ്രിൻസിയാണ്, അവിടുത്തെ പ്രിൻസി. ആ വാർത്താ സമ്മേളനത്തിൽ അയ്യമ്മ എന്തൊക്കെ പറയണത്. അയമ്മ തന്നെ അയമ്മയുടെ മതപരമായിട്ടുള്ള മറ്റേ വസ്ത്രം ധരിച്ചിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. എന്നിട്ട് മറ്റേ കുട്ടിക്ക്, അവിടെയുള്ള 13 വയസ്സുള്ള കുട്ടിക്ക് മതപരമായ രീതിയിലുള്ള ആ ശിരോവസ്ത്രം ധരിച്ച് ഹിജാബ് ധരിച്ചിട്ട് സ്കൂളിലേക്ക് വരാനുള്ള ഒരു 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 എന്താ പറയുക, സ്വാതന്ത്ര്യം ഇല്ല. ഇത് നമ്മളൊരു കാര്യം പറയുമ്പോഴേ, ഇപ്പം ഞാൻ ഒരാളെ ഉപദേശിക്കുകയാണ് വിചാരിക്കുക, നിങ്ങൾ തെറി വിളിക്കാൻ പാടൂലെന്ന്. ഞാൻ ഈ കമ്പാരിസണും ചിലപ്പോൾ കറക്റ്റ് ആവും കേട്ടോ, പെട്ടെന്ന് തോന്നുന്ന ഒരു എക്സാമ്പിൾ പറയുന്നത് മാത്രം. ഞാൻ ഇപ്പോൾ ഒരാളുടെ അടുത്ത് പറയാണ്, പക്ഷെ തെറി വിളിക്കാൻ പാടില്ല കേട്ടോ, തെറി വിളിക്കാൻ ശരിയില്ല എന്ന്. ഞാൻ എന്നിട്ട് പച്ച തെറി വിളിക്കുന്ന ആളാണെങ്കിലോ, ഇതെന്താ ഒരു അവസ്ഥ? ഇത് സെലക്റ്റീവായിട്ട് രീതിയിലുള്ള ഒരു സംഗതിയാണ് കേസ്. ഇത് ഒരു തരം ഒറ്റപ്പെടുത്തല്, കുറ്റപ്പെടുത്തല്, രാഷ്ട്രീയമായ മതപരമായിട്ടുള്ള ഒരു സംഗതിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഈ പുതിയ വാർത്താ സമ്മേളനം ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അത് കണ്ടപ്പോൾ മനസ്സിലായി ഈ മൂപ്പത്തിയേര് എന്ത് ഉദ്ദേശിച്ചിട്ടാണ് പരിപാടി ചെയ്യണത്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സംഗതി എന്താ വെച്ചാൽ, ഇതിന്റെ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ സ്കൂളിലെ 2 കുട്ടികളെ കൂടി അവിടുന്ന് TC വാങ്ങിയിട്ട് അവർ പോവുകയാണ്. ഇക്കണക്കിന് പോവുകയാണെങ്കിൽ ഇത് എന്തായിരിക്കുന്ന അവസ്ഥ ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ കുറേ കുട്ടികൾ TC വാങ്ങിയിട്ട് അവിടെ നിന്ന് പോവുകയാണെങ്കിൽ ആ സ്കൂളിന് PTA എന്ന് പറഞ്ഞ സംഗതി ഇല്ല. ആ സ്കൂളിന് അവരുടേതായിട്ടുള്ള ഒരു 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 സംഗതി ഒന്നും ഇല്ലേ. ഒരു ഇംഗ്ലീഷ് ടീച്ചർ വന്നിട്ട് ഗ്രാമാറ്റിക്കലൊക്കെ മിസ്റ്റേക്കുള്ള രീതിയിൽ പോഷ് ഇംഗ്ലീഷിൽ, അതിന് എന്ത് ഇംഗ്ലീഷ് എന്ന് പറയാം, സോ കോൾഡ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൽ ഇങ്ങനെ വായിത്തരം പറയുകയാണ്. എന്തൊക്കെ പറഞ്ഞ് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കണം എന്തോ സംഭവം. എന്തൊക്കെ മുപ്പത്തേര് പറയുന്നത്, അത് പ്രത്യേക തരം പ്രൊനൗൺസിയേഷനും സാധനങ്ങളൊക്കെയാണ്. അത് എന്തായിക്കോട്ടെ, അപ്പോൾ നമ്മളാരും അടിപൊളി നല്ലൊരു മഞ്ചരല്ല, ചിലപ്പോൾ അപ്പോഴത്തെ ഒരു ടെൻഷനിൽ സംസാരിച്ചതായിരിക്കാം, അങ്ങനെ എന്നുള്ള രീതിയിൽ വിടാം. ഒരു ഇംഗ്ലീഷ് ടീച്ചറാണ് സംസാരിച്ച് പോട്ടെ. എന്തായാലും അങ്ങനെയുള്ള ഇംഗ്ലീഷ് ടീച്ചറെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടത് നന്നായി കുട്ടികൾ. പക്ഷെ അത് എന്ത് റീസണിൻ്റെ രക്ഷപ്പെടുന്നത് നന്നായി. എന്ത് റീസണിൻ്റെ പുറത്തെന്ന് ആലോചിക്കും. ഒരു സ്കൂളിലെ മതപരമായ രീതിയിൽ വിഷം തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് മാതൃകയാണ് അവർ അവിടെ കൊടുക്കുന്നത്. ഇതൊക്കെ ശരിക്കും അവിടുത്തെ എന്താ പറയുക, അവിടുത്തെ എന്നല്ല, വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇടപെടുകയും PTA കാര്യമായ രീതിയിൽ ഇടപെടുകയും ഒക്കെ ചെയ്യുന്നു. PTA ആള് പറയണ്ടല്ലോ അല്ല, അയ്യോ അത് പറഞ്ഞപ്പോഴാണ് ചക്കിക്കൊത്ത ചങ്കര എന്ന് പറഞ്ഞ മാതിരി ഒരാള് ഫേസ് ചെയ്തതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സ്കൂളിന് അവരുടേതായ ഒരു യൂണിഫോം, ആ യൂണിഫോം ഇട്ടിട്ട് വരണം എന്ന് പറയാം, ഓക്കെ. പക്ഷെ സംഗതി എന്താ വെച്ചാൽ, അപ്പൊ ഹിജാബ് ധരിച്ചിട്ട് ആ കുട്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ കണ്ട് മറ്റുള്ളവർ പേടിക്കും എന്നൊക്കെ പറയുമ്പോൾ ഒരു സാധനമല്ലേ. ഇത് ഞാൻ ആ ടെക്നിക്കൽ ടൈം പറയണ്ടല്ലോ, അത് എന്താ ഉദ്ദേശിക്കണത്. അപ്പൊ ഇവിടെ സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ശിരസിലിടണ, തലയിലിടണ ഹിജാബിന്റെ കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ എന്താവുമായിരുന്നു? ആ ടീച്ചർ, ഈ പറയുന്ന പ്രിൻസി തന്നെ എന്താ ചെയ്യണത്? തല കവർ ചെയ്തിട്ട് മതപരമായ വസ്ത്രം ധരിച്ചിട്ടല്ലേ, അല്ലേ? അപ്പൊ ഇവിടെ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സെലക്റ്റീവായ രീതിയിൽ പ്രത്യേകമായിട്ട് വേറെ ഒരു ഒരു സ്പർദ്ധ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് തോന്നുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ പറയുന്നതുകൊണ്ട് നമുക്കെതിരെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന് അറിയില്ല. സ്കൂളിനെ ഭയങ്കരമായിട്ട് മോശമായ രീതിയിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടോ ഡിഫമേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്, ഒന്നും പറയാൻ പറ്റില്ല. ഇതിൽ വളരെ അപകടകരമായ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഇലക്ഷൻ സമയത്ത് ഇങ്ങനെ വരണ ചില വിഷയങ്ങളുണ്ട്. മതമാണ് ഏറ്റവും കൂടുതൽ ആളുകളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്ന സംഗതി. ഈ മതം എന്നുള്ള സംഗതികൾ ഉണ്ടാക്കിയത് തന്നെ ആളുകളെ ഒന്നിപ്പിക്കാനും ഏകോപിപ്പിക്കാൻ, അല്ലേ, അതേപോലെ തന്നെ സഹകരണ മനോഭാവം വളർത്തിയെടുക്കാൻ, ആളുകളുടെ കോൺഫിഡൻസ്, സമാധാനം കൂട്ടാനൊക്കെ അല്ലേ. ഇവിടെ എന്താണ്, ഇത് വേറൊരു രീതിയിലാണ് ആളുകൾ ഉപയോഗിക്കുന്നത്. ഇത് കൃത്യമായ എന്താ പറയുക, ഒരു അജണ്ടയോട് കൂടി ചെയ്യുന്ന ഒരു സംഗതിയായിട്ടാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. എനിക്കിതിൽ ഏറ്റവും അപകടകരമായ രീതിയിൽ തോന്നിയുള്ള കാര്യം എന്ന് വെച്ചാൽ, അവസാനം മൂപ്പത്തിയേര് കാണിച്ചില്ല, പ്രിൻസി കാണിച്ചിട്ടുള്ള എന്താ പറയുക, മീഡിയക്ക് കൊടുത്തുള്ള ഒരു സംഗതി നോക്ക്. ഒരു ക്രൂരമായ ചിരി ചിരിച്ചിട്ടാണ് മൂപ്പത്തിയേര് ഇത് പറയണത്. ഭയങ്കര ഡെവിളിഷായ പൈശാചികമായുള്ള ഒരു സംഗതിയാണ് പറയുന്നത്. നമ്മൾ ഇത് ദൈവത്തിന്റെ മാലാഖ എന്നൊക്കെ അല്ലേ പറയണം അങ്ങനെയുള്ള ആളുകളെ. അത് നേഴ്സുമാരെ പറയുന്നില്ലേ, അവരുടെ അങ്ങനത്തെ ആൾക്കാരെ എന്താ പറയുന്നത്. ഞാൻ അടച്ചാക്ഷേപിക്കുന്നതല്ല കേട്ടോ. ആ സ്ത്രീ ഒരു അപമാനമാണ്, അത്രേ പറയാനുള്ളൂ. ആ പൊസിഷനിലേക്ക് ഒരു അപമാനമാണ്. അല്ലെങ്കിൽ എന്ത് മാതൃകയാണ് ആ സ്ത്രീ നൽകണത്. ഒരു സ്കൂളിന്റെ പ്രിൻസി പറയേണ്ട വർത്താനാണോ വന്നത്. നമ്മൾ ചില സമയത്തൊക്കെ നമ്മളിങ്ങനെ പറയുന്നത്, ഈ തൊള്ളയും കൊണ്ടാണ് ചോറുന്നത് എന്നൊക്കെ. എന്താ ചെയ്യുക ഗൈസ്, വിഷം തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. വർഗീയ പരാമർശങ്ങൾ, വർഗീയമായ രീതിയിലുള്ള സംഗതി.
ആരെങ്കിലും അതിനോട് പ്രതികരിക്കുകയാണെങ്കിൽ ആ പ്രതികരിക്കണവരാണ് വർഗീയവാദികൾ എന്ന് വ്യാഖ്യാനിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതാണ് ഇതിലെ വേറൊരു അപകടം.